പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചോറും മുട്ടയും മിക്സിയിൽ അരച്ച് പൊറോട്ടയേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടും ചപ്പാത്തിയേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ലെയറായിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെയോ വൈകിട്ടൊക്കെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സി ജാറിലേക്ക് ഒരു 2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മട്ട അരിയുടെ ചോറാണ്. നിങ്ങൾ ഏത് അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് ആ ഒരു ചോറ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അരയാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മൈദ മാവൊന്ന് ചേർത്ത് കൊടുത്ത് കുഴച്ച് സെറ്റാക്കി എടുക്കണം. ആദ്യം തന്നെ ഒരുപാട് മാവങ്ങ് ചേർത്ത് കൊടുക്കണ്ട. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് കുഴച്ച് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. ഈ ചോറും മൈദാമാവൊക്കെ ഒന്ന് സെറ്റായി വരുന്നത് വരെ കുറേശ്ശെ മാവിട്ട് കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ് മാവാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു 2 കപ്പ് മൈദാമാവാണ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കുന്നില്ല. മാവ് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് ചുട്ടെടുക്കുകയാണ്. ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ മാവ് 3 ഭാഗങ്ങളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ മാവും നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കൈവച്ച് ആദ്യം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുഴൽ വെച്ച് നമുക്കിത് നല്ല കട്ടിയില്ലാതെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. മാവ് ഞാനിപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും മൈദപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നല്ല ലെയറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാവിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി അതിൽ നിന്നും കുറേശ്ശെ നമുക്ക് മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു കട്ടർ വെച്ച് ഇതുപോലെ ഒന്ന് അങ്ങ് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പോൾ കട്ടർ ഇല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ വരഞ്ഞു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് നല്ല ലെയറോട് കൂടി കിട്ടും. പൊറോട്ടയുടെ അതേ ഒരു ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. എല്ലാം ഞാനിത് അതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 3 ഭാഗങ്ങളായി ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. നമുക്ക് ഓരോ പൊറോട്ടയും എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒരുപാട് വലിയ സൈസിലും അല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ആ ഒരു രീതിയിലാണ് ചുരുട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ മാവെല്ലാം ഞാനിതുപോലെ തന്നെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തി കൂടെ എടുക്കാം. ഓരോന്നെടുത്ത് ഇതുപോലെ കൈവച്ച് ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല പോലെ തന്നെ നമുക്ക് പരന്ന് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈവച്ച് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ
കുഴൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താലും മതി. ഇനി ഇതാ പരത്തിയെടുത്ത് ഓരോന്നും ഞാൻ ഉടനെ തന്നെ ചുട്ടെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത ഈ പൊറോട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ശേഷം ഒരു 2-3 എണ്ണമൊക്കെ ചുട്ട് കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അടിച്ചുകൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ പൊറോട്ടയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.